ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ? ഞാനിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. കുറച്ച് ബിസിയായി പോയോണ്ടാട്ടോ എനിക്ക് 2-3 ദിവസമായിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ബാംഗ്ലൂർ പോവാട്ടോ. എനിക്കാണെങ്കിൽ ബാംഗ്ലൂർ പോണേക്ക് മുന്നേ ഒരു സിനിമ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ അച്ഛനും കൂടി സിനിമ കാണാനായിട്ട് ഇറങ്ങി. സിനിമ ഇറങ്ങി ഒരുപാട് ദിവസം ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും തിയേറ്ററിൽ ഉണ്ടായില്ല. പാർക്കിങ്ങൊക്കെ അത്യാവശ്യം നല്ല എം ടി തന്നെയായിരുന്നു. സിനിമ സർവ്വമയ ആട്ടോ. സിനിമ ഇറങ്ങി അത്യാവശ്യം ദിവസം ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും തിയേറ്ററിൽ ഉണ്ടായില്ല. പിന്നെ ഓൺലൈൻ നോക്കിയപ്പോൾ അത്യാവശ്യം സീറ്റ്സും എം ടി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് പിന്നെ ടിക്കറ്റ് എടുത്തത്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറയണ്ടല്ലോ, ഒരു അടിപൊളി പടമായിരുന്നു, ഒരു ഫീൽ ഗുഡ് മൂവി. സിനിമ കണ്ടിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ കണ്ണട ശരിയാക്കാനാണ്. കുറച്ച് ദിവസമായി എൻ്റെ കണ്ണടയുടെ കാല് ലൂസായിരിക്കണം. അങ്ങനെ അതൊക്കെ ടൈറ്റാക്കി ഞങ്ങൾ ഇറങ്ങി. പിന്നെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ സമയമായി ഉണ്ടായി. അങ്ങനെ പിന്നെ അച്ഛനെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കി. പക്ഷേ ഈ തവണ പോകാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ കുറേ ദിവസം നിന്നിട്ടാണ് പോണത്. പക്ഷേ എൻ്റെ വിഷമം കണ്ടിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു കൗതുകമായിരുന്നു തോന്നിയിരുന്നു. ആർക്കും ഒരു വിഷമമൊന്നും ഉണ്ടായില്ല. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ വിഷമവും സങ്കടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഇനി ഞാനൊരു വർഷം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ എന്ന്. പക്ഷേ 5 ദിവസം കഴിയുമ്പോൾ ഞാൻ ഈ പോയ പോലെ തന്നെ തിരിച്ചു വരും. അതെനിക്ക് അറിയാമെന്നുണ്ടെങ്കിലും എന്തോ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര വിഷമത്തിൽ നിൽക്കുമ്പോൾ കണ്ടക്ടർ വിളിച്ചു. കറക്റ്റ് സ്പോട്ടിൽ തന്നെയല്ലേ നിൽക്കണേന്ന് ചോദിച്ചിട്ട്. എപ്പോഴും ഈ ബർഗർ സ്പേസിൻ്റെ മുന്നിൽ തന്നെയായിട്ട് നിൽക്കുക. അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഈ ക്യൂട്ടായിട്ടുള്ളൊരു കോട്ട് ഞാൻ കണ്ടു. നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നണത്? അങ്ങനെ കോട്ടൊക്കെ വായിച്ച് ഇടയ്ക്ക് വാഷ്റൂമിലൊക്കെ പോയി ഞാൻ നല്ലൊരു സുഖം ഉറക്കം പാസ്സാക്കി. അങ്ങനെ ഉറക്കമൊക്കെ പാസ്സാക്കി രാവിലെ എണീറ്റപ്പോഴേക്കും ബാംഗ്ലൂർ എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ മൂഡ് മൊത്തം പോയി. പിന്നെ മൂഡ് പോയിട്ട് എന്താ കാര്യം, നമുക്ക് ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ബസ്സൊക്കെ ഇറങ്ങി ഞാൻ നേരെ എൻ്റെ ലഗേജൊക്കെ എടുക്കാൻ പോയി. പിന്നെ ഉണ്ടല്ലോ, എപ്പോൾ ബാംഗ്ലൂർ ബസ്സിൽ പോയി ഇറങ്ങിയാലും ചുറ്റും ഓട്ടോക്കാർ വന്നെന്നറിയും. പക്ഷേ ഈ തവണ പോയപ്പോൾ എനിക്കൊരു വിയേർഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വിയേർഡല്ല, ഞാൻ കുറച്ച് പേടിച്ചു പോയി. ഈ തവണ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയതും ഒരു ഓട്ടോ ഡ്രൈവർ എൻ്റെ ഷോൾഡറുമ്മ തൊട്ട്. ഞാൻ എന്തോ ആകെ പേടിച്ചു പോയി. അപ്പോൾ ഞാൻ നേരെ ലഗേജ് എടുക്കാനായിട്ട് പോയി. ലഗേജ് എടുത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയതും ഈ ഓട്ടോ ഡ്രൈവർ എൻ്റെ ബാഗിൽ നിന്ന് ബോട്ടിൽ പിടിച്ചിങ്ങനെ നിൽക്കുക. ഞാൻ ഇങ്ങനെ ഇതെങ്ങനെ ആളുടെ കയ്യിൽ വന്നേ എന്നുള്ളൊരു ഇതിലായിപ്പോയി. അങ്ങനെ ആളുടെ ഞാനത് വാങ്ങിച്ച് വേഗം ബാഗിൽ വെച്ച് ഓടി ക്രോസ് ചെയ്ത് എങ്ങനെയൊക്കെയോ ബസ്സിൽ കയറി. അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ സമാധാനം ഇത്. പിന്നെ എൻ്റെ സ്റ്റോപ്പിലെത്തി ഒരു കോൾഗേറ്റിൻ്റെ പേസ്റ്റും വാങ്ങിച്ച് ഞാൻ നേരെ പി ജിക്ക് നടന്നു. പി ജിയിലെത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ തിരക്കിലായിരുന്നു. എൻ്റെ ഇടയ്ക്കൂടെ ഞാൻ എന്താണെന്ന് മോണിറ്ററും ചെയ്തു. ലിഫ്റ്റ് വരാൻ സമയം എടുക്കണോണ്ട് തന്നെ ഇതൊക്കെ നോക്കലായിരുന്നു എൻ്റെ പണി. അങ്ങനെ ഞാൻ ലിഫ്റ്റിൽ കയറി ഞാൻ എൻ്റെ റൂമിലെത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി പിടിച്ചിരിക്കണ എൻ്റെ ചെരുപ്പും ഷൂസാണ്. അപ്പം തന്നെയുള്ള മൂടൊക്കെ പോയി. പിന്നെ ഇത്രയും ദിവസം കഴിഞ്ഞ് വരണോണ്ട് തന്നെ ഇതൊക്കെ സ്വാഭാവികമായിരുന്നു. പക്ഷെ ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. അതായിരുന്നു എൻ്റെ പ്രശ്നം. റൂം തുറന്നപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും ഡിസ്റ്റർബ് ചെയ്തില്ല. അപ്പോൾ ശരി, ബൈ. പ്ലീസ് ഡു സപ്പോർട്ട്, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.